നമസ്കാരം. പിണറായി തകർത്തെറിഞ്ഞ CPM വിജയപരാജയങ്ങളിൽ പിണറായി. CPIMലെ സമഗ്രാധിപത്യത്തിൻ്റെ നെടുങ്കോട്ട തകർന്നുപോയോ? സമഗ്രാധിപതി പരാജിതനായി പടിയിറങ്ങിയോ? നീണ്ട 18 വർഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അലകും പിടിയും കൈവശപ്പെടുത്തിയ ഒരു പതിറ്റാണ്ട് മുഴുവൻ കേരള ഭരണത്തിന്റെ അച്ചുതണ്ടായിരുന്ന നേതാവ് പടിയിറങ്ങുമ്പോൾ അവശിഷ്ട പാർട്ടിയിൽ അതുപോലെ മറ്റാരുണ്ട്? പിണറായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിറന്ന ഗ്രാമമാണ് ഈ പിണറായി എന്ന് പറയപ്പെടുന്ന ഗ്രാമം. അവിടെയാണ് വിജയൻ പിറന്നത്. പാർട്ടി പിറന്ന ഗ്രാമത്തിൽ പിറന്ന കമ്മ്യൂണിസ്റ്റാണ് പിണറായി വിജയൻ. പാർട്ടിയല്ലാതെ മറ്റൊരു ശ്വാസവായുവില്ലാത്ത പിണറായിയുടെ ജന്മനാട്, അതുൾപ്പെടുന്ന ധർമ്മടം മണ്ഡലം വോട്ടെണ്ണലിന്റെ 6 റൗണ്ടിലാണ് ഈ കമ്മ്യൂണിസ്റ്റ് വീരനായകനെ പിന്നിലാക്കിയത് എന്നത് ചരിത്രമാകുന്നു. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കോട്ടകളിലെല്ലാം വൻ രാഷ്ട്രീയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഭൂമി കുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രമാണോ അപ്പോൾ പിണറായി എന്ന് അറിയാതെ ഏതൊരു മലയാളിയും ഏതൊരു കമ്മ്യൂണിസ്റ്റുകാരനും ചിലപ്പോൾ ചോദിച്ചു പോകും. EMS സ്വയം വിശേഷിപ്പിച്ചത് തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രൻ എന്നാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാക്കളിൽ പലരും അങ്ങനെ ആയിരുന്നു. എന്നാൽ പിണറായി വിജയൻ ദത്തുപുത്രനല്ല, തൊഴിലാളി വർഗത്തിന്റെ നേർപുത്രനായിരുന്നു. പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയുമായപ്പോൾ മുതലാളി വർഗത്തിന്റെ ദത്തുപുത്രനെന്ന് ശത്രുക്കൾ ആക്ഷേപിച്ചുവെങ്കിലും ഒരു ചെത്തു തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച നെയ്ത്ത് തൊഴിലാളിയായി വളർന്ന പിണറായിയുടെ കരിയർ ഗ്രാഫ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ആവേശമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ആധുനിക കേരളം രൂപപ്പെട്ട 6 പതിറ്റാണ്ട് കാലത്തെ പോരാട്ട ജീവിതമാണ് പിണറായി വിജയൻ. 1964 CPIM രൂപം കൊണ്ട വർഷമാണ് പിണറായി പാർട്ടി അംഗമാകുന്നത്. ബ്രണ്ണൻ കോളേജിൽ ബിരുദ വിദ്യാർത്ഥി ആയിരിക്കുമ്പോഴാണ് KSFന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയത്. 70കളുടെ ആദ്യം തലശ്ശേരിയിൽ വർഗീയ സംഘർഷം കത്തിപ്പടരുന്ന തടയാൻ പാർട്ടി സെക്രട്ടറി CH കണാരൻ തലശ്ശേരിയിലേക്ക് അയച്ചത് പിണറായി വിജയനെയാണ്. മാറാട് കലാപകാലത്ത് വർഗീയവാദികളുടെ ഒരു ഭീഷണിയിലും കുരുങ്ങാതെ അവിടം സന്ദർശിച്ച ഏക രാഷ്ട്രീയ നേതാവും പിണറായി വിജയൻ തന്നെയാണ്. 1970 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 26ാമത്തെ വയസ്സിലാണ് കൂത്തുപറമ്പ് മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം നിയമസഭയിലേക്ക് എത്തിയത്. അടിയന്തരാവസ്ഥക്കാലത്ത് 18 മാസം പിണറായി കണ്ണൂർ സെൻട്രൽ ജയിലിൽ അടയ്ക്കപ്പെട്ടു. പോലീസ് മർദ്ദനത്തിൽ ചോര പുരണ്ട കുപ്പായവുമായി നിയമസഭയിൽ വന്ന ആ ചരിത്രഘട്ടത്തെ അദ്ദേഹം പിടിച്ചുകുലുക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പടിപടിയായിട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോവും അംഗവുമായിട്ട് മാറുന്ന കാഴ്ചയും കേരളം കണ്ടു. 98 മുതൽ 2015 വരെ EK നായനാർക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് ഇരുന്നിട്ടുള്ളതും പിണറായി വിജയൻ തന്നെയാണ്. നായനാർ മന്ത്രിസഭയിൽ പിണറായി വൈദ്യുതി വകുപ്പ് മന്ത്രിയായപ്പോഴാണ് വടക്കൻ കേരളത്തിലുള്ളവർ വൈദ്യുതി എന്താണെന്ന് അറിഞ്ഞു തുടങ്ങിയത്. 2016 തൊട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി, പ്രളയകാലത്തും കോവിഡ് മഹാമാരി കാലത്തും CM ദ ക്രൈസിസ് മാനേജർ എന്ന് പുകൾപെറ്റു. അതിന്റെ തുടർച്ചയായിട്ട് 2021 ആദ്യമായിട്ട് തുടർ ഭരണത്തിലുമേറി CPM. ലോകം ഉറ്റുനോക്കുന്ന ഒരു നാടായി, രാജ്യത്തിന് മാതൃകയായി കേരളം പിണറായിയുടെ ഭരണത്തിൽ പറന്ന് പന്തലിക്കുന്നുവെന്ന് അനുയായികൾ പാടി നടന്നു. പാർട്ടി ബുദ്ധിജീവികൾ നവകേരള നായകനെന്ന് ഉപന്യസിച്ചപ്പോൾ പാർട്ടിയിലെ ബുദ്ധി കുറഞ്ഞവർ കാരണഭൂതനെന്ന് പാടി കൈകൊട്ടിക്കളിച്ചു. ഒരു വില്ലടിച്ചാൻ പാട്ടിന്റെ പേരിൽ P ജയരാജനെ പടിക്ക് പുറത്തു നിർത്തിയ അതേ പാർട്ടി നാടെങ്ങും പിണറായി സ്തുതിയുടെ വായ്പാട്ടുകാരെയും പക്കമേളക്കാരെയും നിരത്തി നിർത്തി. സർക്കാർ മുദ്രകളെക്കാൾ പ്രധാനമായിട്ട് ആ മുഖം എല്ലാ സർക്കാർ പരിപാടികളിലും നിറഞ്ഞു നിന്നു പിണറായിയുടേത്. രാജകീയമായിട്ടുള്ള അകമ്പടി വാഹനങ്ങൾ കണ്ട അണികൾ കൊടിയേറ്റത്തിലെ ഗോപിയെ പോലെ എന്തൊരു സ്പീഡെന്ന് പറഞ്ഞ് കുളിർകോരി നിന്നു. സഖാവെന്നല്ലാതെ മറ്റൊരു വിശാലാർത്ഥത്തിലുള്ള വിശേഷണ പദവും കമ്മ്യൂണിസ്റ്റുകാർക്കില്ലെന്നിരിക്കെ സഖാവിന് പകരം അരാഷ്ട്രീയമായിട്ടുള്ള ക്യാപ്റ്റൻ എന്ന വിളി വന്നു. സൈബർ പടയ്ക്കത് ഇരട്ടച്ചങ്കനായി. പാർട്ടിയായിരുന്നു സഖാവിന് കുടുംബം എന്നതിൽ നിന്ന് മാറി കുടുംബം പാർട്ടിയായി മാറി. കുടുംബാംഗങ്ങൾ ഭരണത്തിലും പാർട്ടിയിലും നിർണായക പദവികളിൽ വിരാജിച്ചു. ആജ്ഞാനുവർത്തികൾ പെരുകി. തിരുവായ്ക്ക് എതിർവായ പറയാതെ സംസ്ഥാന കമ്മിറ്റികളിലെല്ലാം മൗനജാഥകളായി പിരിഞ്ഞു. ഇഷ്ടക്കാർ പൂണ്ടു വിളയാടി. അധികാരത്തിന്റെ പങ്കുപറ്റക്കാരുടെ സങ്കരയിനം വിചിത്രവർഗങ്ങൾ അവിടെ രൂപപ്പെട്ടു. പാർട്ടി ഓഫീസ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് P കൃഷ്ണപിള്ളയുടെ തോളത്തെ ചുവന്ന സഞ്ചിയായിരുന്നു പണ്ട് പാർട്ടി ഓഫീസ് എന്ന് പറയപ്പെടുന്ന സംഭവം. പിണറായിക്കും പാർട്ടി സ്വന്തം കക്ഷത്തിലാണെന്ന് വിമർശകർ പറഞ്ഞു വരുത്തി. പാർട്ടി സെക്രട്ടറിമാരൊക്കെ കോമഡി കഥാപാത്രങ്ങളായി ചാനലുകളെ കൊഴുപ്പിച്ചു. ചെക്ക് ലീഫിൽ ഒപ്പിടാനുള്ളവർ മാത്രമായി ഈ സെക്രട്ടറിമാർ. പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവിന്റെ പേരിലാണ് ഇടതുമുന്നണിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ മറുപടി പറയേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യവും സത്യവുമാണ്. ലാവലിൻ അഴിമതി മുതൽ
കരിമണൽ, മാസപ്പടി വരെയുള്ള ആരോപണങ്ങൾ, കമല ഇന്റർനാഷണലും പിണറായിയിലെ ആഡംബര വീടും ബിരിയാണി ചെമ്പിലെ സ്വർണവുമെല്ലാം നിറം പിടിപ്പിച്ച കഥകളായി പാറിപ്പറന്നു. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് കൗതുകം നേരെ മറിച്ചാണ്. പിണറായിയുടെയോ കുടുംബാംഗങ്ങളുടെയോ നേരെ ഉയർന്ന ഒരു അഴിമതി കഥ പോലും തെരഞ്ഞെടുപ്പിൽ ചർച്ചയായില്ല എന്നതാണ്. നിരവധിയായ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ ഉണ്ടായിരുന്നത് കൊണ്ടോ പിണറായി വിരുദ്ധത ഒരു എടുക്കാച്ചരക്കായി മാറിയെന്ന പ്രതിപക്ഷ പേടി കൊണ്ടോ മാത്രം അത് ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷെ ഉറങ്ങിക്കിടന്നിരുന്ന പിണറായി വിരുദ്ധത പ്രതിപക്ഷത്താൽ പോലും വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നിൽക്കാതെ വർദ്ധിത വീര്യത്തോടുകൂടി പോളിംഗ് ബൂത്തുകളിൽ വരി നിന്ന് വോട്ടുകുത്തി. മുഴുവൻ മണ്ഡലങ്ങളിലും ഇടതുമുന്നണിക്ക് വേണ്ടി മത്സരിച്ചത് പിണറായിയാണ് എന്നുള്ള തോന്നൽ ഇടതുമുന്നണിയെ പരാജയത്തിലേക്ക് എഴുതി വീഴ്ത്തി. ഞാനല്ലാതെ മറ്റാരെയെന്ന് തോന്നിപ്പിക്കുന്ന അധികാര ധാർഷ്ട്യത്തിന്റെ പരസ്യപ്പലകൾ പാർട്ടി ഗ്രാമങ്ങൾ തന്നെ എടുത്ത് കടലിലെറിഞ്ഞു. എന്നാൽ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. തോറ്റാൽ ഉത്തരവാദിത്തം തനിക്കാണെന്ന് വീമ്പ് പറഞ്ഞത് VD സതീശനാണ്. പക്ഷെ അത്തരത്തിലൊരു വീമ്പ് പറയുവാൻ ഈ പിണറായിക്ക് കഴിഞ്ഞു. ഇടതുമുന്നണിയുടെ ആവനാഴിയിൽ സ്വന്തം അമ്പുകൾ മാത്രം ബാക്കി നിർത്തിയാണ് കേരളം മുഴുവൻ സ്വന്തം മുഖചിത്രമുള്ള പടുകൂറ്റൻ പരസ്യ പലകളുമായിട്ട് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഇറങ്ങിയത് പോലും. അതുകൊണ്ട് 10 വർഷത്തെ ഭരണത്തിന് ശേഷം അധികാരഭ്രഷ്ടമാക്കപ്പെട്ട ഒരു സർക്കാരിന്റെ കഥയേക്കാൾ 2026 തെരഞ്ഞെടുപ്പ് പിൽക്കാലത്തോട് സ്വയം വിശദീകരിക്കുക കൂറ്റൻ പർവ്വതങ്ങളെക്കാൾ ഉയരമുള്ള അധികാരത്തിൽ നിന്ന് കടലാഴങ്ങളിലേക്ക് കൂപ്പുകുത്തിയ സുപ്രീം ലീഡറുടെ പതനമായിട്ടായിരിക്കും. ഇടതുമുന്നണിയെ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തങ്ങളുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്ന ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് ജനകീയ അംഗീകാരമുള്ള MLA-മാരെ മുന്നിൽ നിർത്തി ഈ ജനകീയ വിചാരണക്കാലത്തെ മറികടന്ന് വീണ്ടും ഒരിക്കൽ കൂടി തുടർഭരണം നേടുമെന്നാണ്. 2021 മാർച്ച് 10 CPIM സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി A വിജയരാഘവൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വായിച്ച അതേ കടലാസ് 2026 മാർച്ച് 15 മറ്റൊരു വാർത്താ സമ്മേളനത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ അബദ്ധത്തിലെടുത്ത് വായിച്ചാലും വിരലിൽ എണ്ണാവുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തോറ്റുപോകുമായിരുന്നുള്ളൂ. എന്നാൽ സ്ഥാനാർത്ഥി പട്ടിക രൂപപ്പെടുത്തിയ വ്യാഖ്യാന പ്രതീതി പിണറായി വിജയൻ ഏറ്റെടുത്ത പ്രചാരണ പ്രതീതിക്ക് ഘടകവിരുദ്ധമായി തീർന്നു. CPIM തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളിൽ നേതാക്കളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തി തുടങ്ങിയിട്ട് അധിക കാലം എത്തിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 2016 രാഷ്ട്രീയ കേരളത്തിന്റെ അധികാര കസേരയിൽ താൻ ഇരിപ്പുറപ്പിച്ചത് VS-ന്റെ ചിത്രം വെച്ചിട്ടാണ് എന്ന് ആരു മറന്നാലും അത് പിണറായി മറക്കാൻ സാധ്യതയില്ല. കോവിഡ് കാലത്ത് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പ് നയിച്ച സാഹചര്യം മഹാമാരികളുടെ കാലത്തെ ആശ്വാസ കേന്ദ്രങ്ങളുടെ അധികാര തുടർച്ച മാത്രമാണ് എന്നുള്ള വ്യാഖ്യാനം സ്വന്തം ചിത്രം വെച്ചുള്ള മറ്റൊരു തെരഞ്ഞെടുപ്പ് ജയത്തിന് കൂടി പിണറായിയെ മാനസികമായിട്ട് അനിവാര്യനാക്കിയിരിക്കാം. പക്ഷേ സ്നേഹത്തിനും വെറുപ്പിനും മരിക്കുവോളം അടിയുറച്ച അഭിപ്രായ പക്ഷം അതുണ്ടാകുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ജനം പിണറായി സർക്കാരിനെ വോട്ടിട്ട് തോൽപ്പിക്കുന്നത് എന്നുള്ളത് ചരിത്രമാണ്. കേരളത്തിലെ കഴിഞ്ഞ കാലത്തെ തെരഞ്ഞെടുപ്പുകൾ നിരവധിയായിട്ടുള്ള പരീക്ഷണങ്ങൾ അതൊക്കെ നടത്തിയതിന്റെ പേരിൽ വിശകലനം ചെയ്യപ്പെട്ടതാണ്. 2016 ജയിച്ച് മന്ത്രിസഭയിൽ എത്തിയവരാൽ ഒരു തുടർഭരണം അല്ലെങ്കിൽ ഒരു തുടർച്ച കൂടി ലഭിച്ചപ്പോൾ അവർക്ക് തുടർന്നും ഭരണക്കസേരയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്നാം LDF സർക്കാർ തുടരുമ്പോൾ അത് രണ്ടാം പിണറായി സർക്കാരായി തുടരണമെന്ന വാശിയായി മാറിയത് 2021 തെരഞ്ഞെടുപ്പിലാണ് എന്നുള്ളതാണ്. ഒഴിവാക്കേണ്ടവരെ ഡൽഹിയിലേക്ക് അയക്കുകയും അഥവാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തി അപ്രസക്തമാക്കുമെന്ന നീതി വിവരണം പോലും അത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് 2021 മാത്രമല്ല ഇത് നടന്നിട്ടുള്ളത് എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇതിനിടയിൽ കൂടി തന്നെയാണ് 2022 2025 CPIM സംസ്ഥാന സമ്മേളനങ്ങളും പാർട്ടി കോൺഗ്രസുകളും അരങ്ങേറിയത്. പ്രായപരിധിയുടെ കടുംവെട്ടിൽ പലരുടെയും ചോര വീണതും ചിലരുടെ മുമ്പിൽ ചുവപ്പ് പരവതാനി വിടർന്നു വരുന്നതും 5 വർഷം കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാരെ മിക്കവരെയും മത്സരിക്കാൻ പോലും അനുവദിക്കാതെ മത്സരിച്ച് വീണ്ടും ജയിച്ചു കയറിയവരിൽ തനിക്കൊഴികെ മറ്റാർക്കും തുടർച്ച നൽകാതെ മുന്നോട്ട് പോയ ആളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. താൻ നയിക്കുന്ന മന്ത്രിസഭയിൽ ആരൊക്കെ മന്ത്രിമാരാകണമെന്നും അവർക്ക് ഏതൊക്കെ വകുപ്പുകൾ വിഭജിച്ച് നൽകണമെന്നും തീരുമാനിക്കുന്നത് ഭരണഘടനാ പ്രകാരം മുഖ്യമന്ത്രിയാണ്. പക്ഷെ പാർട്ടിയിലും സർക്കാരിലും പൂർണ്ണാധികാരം പിണറായിക്കാകുമ്പോൾ നിയമസഭയിലെയും മന്ത്രിസഭയിലെയും ഒപ്പം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെയും കേന്ദ്ര കമ്മിറ്റിയിലെയും പോളിറ്റ് ബ്യൂറോയിലെയും വരെ തുടർച്ച തീരുമാനിക്കുന്നത് ആ ഒരാൾ തന്നെയായി മാറുന്നു. ആര് വാഴണമെന്നും ആര് വീഴണമെന്നും തീരുമാനിക്കുന്നതും നിലവിൽ ആ ഒരാൾ തന്നെയാണ്. കാലത്തിനും ദേശത്തിനും ശരിയായ പ്രസക്തി നൽകിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് വീക്ഷണമായിരുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയിൽ എക്കാലവും പിണറായിയുടെ കൊടിപ്പടം മലയാളിയുടെ ആഗ്രഹങ്ങൾക്കും ആസക്തികൾക്കും കൂടി പൂർത്തീകരണം നൽകുവാനുള്ള കെൽപ്പ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായത് അങ്ങനെയാണ് എന്ന് പറയട്ടെ. ജനകീയ ചൈനയുടെ ജനറൽ ആർക്കിടെക്ട് ഡെങ് സിയാവോപിങ്ങിന്റെ പരിഷ്കാരങ്ങളുമായിട്ട് പിണറായിസ്റ്റ് പരിഷ്കാരങ്ങളെ താരതമ്യപ്പെടുത്തുകയാണ് പലപ്പോഴും മലയാള മാധ്യമങ്ങൾ ചെയ്തത്. എന്നാൽ ഡെങ്ങിന്റെ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ മാത്രമാണ് പിണറായിക്ക് തുലനമുണ്ടായിരുന്നത്. ടിയാനൻമെനിലെ കൂട്ടപ്പൊരിച്ചിലിന് ശേഷം അവസാനിച്ചുവെങ്കിലും ഡെങ് നടന്നു നോക്കിയ രാഷ്ട്രീയ പരിഷ്കാര വഴികളുടെ എതിർദിശയിലായിരുന്നു പിണറായിസം.
മുഖ്യമന്ത്രിയായപ്പോൾ ഏകാധിപതിയിൽ നിന്ന് വികസന നായകന്റെയും ക്രൈസിസ് മാനേജറിന്റെയൊക്കെ റോളുകളിലേക്ക് മാറിയതായി പൊതുജനത്തെ ധരിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും മുഖ്യമന്ത്രിയായപ്പോൾ ഏകാധിപതിയിൽ നിന്ന് വികസന നായകന്റെയും ക്രൈസിസ് മാനേജറുടെയൊക്കെ റോളുകളിലേക്ക് മാറിയതായിട്ട് പൊതുജനത്തെ ധരിപ്പിക്കുവാൻ പരിശ്രമിച്ചുവെങ്കിലും പാർട്ടിക്കുള്ളിൽ അധികാരം സ്വന്തം കരിപ്പിടിക്കുള്ളിൽ തുടരണമെന്ന ദൃഢനിശ്ചയം അത് തുടർന്നും കൊണ്ടു നടക്കുകയായിരുന്നു പിണറായി. ഒരു കാലത്ത് കോൺഗ്രസിന്റെ സമഗ്രാധിപത്യം കൈപ്പിടിയിൽ ഒതുക്കിയിരുന്ന ആളാണ് കെ കരുണാകരൻ. പക്ഷെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന 1990കളുടെ തുടക്കത്തിൽ അദ്ദേഹത്തിന്റെ തന്നെ അരുമ ശിഷ്യരുടെ നേതൃത്വത്തിൽ ഒരു തിരുത്തൽവാദി ഗ്രൂപ്പ് രൂപപ്പെട്ടു. തിരുവനന്തപുരം പള്ളിപ്പുറത്ത് നടന്ന കാർ അപകടത്തിന്റെ തുടർച്ചയിൽ കരുണാകരൻ അമേരിക്കയിൽ ചികിത്സയിലായിരിക്കെയാണ് കോൺഗ്രസിലെ തിരുത്തൽവാദം മൂർച്ഛിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ചരിത്രത്തിൽ ദുരധികാര പ്രവണതകൾ പ്രദർശിപ്പിച്ചിട്ടുള്ള മുഴുവൻ നേതാക്കളും പിൻഗാമികളെ പ്രഖ്യാപിച്ചിട്ടാണ് അധികാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയോ ദിവംഗതരാവുകയോ ചെയ്തിട്ടുള്ളത്. എന്നാൽ അത്തരമൊരു പിൻഗാമിയെ പോലും പ്രഖ്യാപിക്കാതെ, തുടർച്ചയുടെ ഒരു പഴുതിന് പോലും അവസരം സൃഷ്ടിക്കാതെ പൂർണ്ണ പരാജിതമായാണ് ഈ പടിയിറക്കം. പാർട്ടിക്കുള്ളിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ അടിച്ചമർത്തുവാനുള്ള പരിശ്രമം, സത്യം പറയാൻ ഒരു ക്രൂഷ്ചേവിനെ പോലും ബാക്കി വെക്കാതെ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗോർബച്ചേവുമാരും എൽസീന്മാരും മാത്രം ബാക്കിയായ പാർട്ടി ഒടുക്കത്തെ പാർട്ടിയാകുമെന്ന് ആർക്കും സംശയമുണ്ടാകില്ലല്ലോ. മലയാള മാധ്യമങ്ങളുടെ പരിലാളന ഒരിക്കലും ലഭിക്കാത്ത കേരളത്തിലെ ഒരേ ഒരു രാഷ്ട്രീയ നേതാവായിരിക്കണം പിണറായി വിജയൻ. വേണ്ടിടത്തും വേണ്ടാത്തിടത്തും പിണറായി വിചാരണ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാർത്തയുടെ കൂരമ്പുകൾ ശരീരത്തിൽ തുളഞ്ഞു കയറിയിട്ടുണ്ടെന്നും ശരിയാണ്. പക്ഷേ ശത്രുവിന്റെ കൂട്ടിൽ കയറിയടിക്കാൻ അണികളെ തയ്യാറെടുപ്പിച്ചത്, അടിമവർഗം പോലെ ഏതൊന്നിനെയും ന്യായീകരിക്കുവാൻ നവമാധ്യമത്തിൽ പരിശീലിപ്പിച്ചത് പിണറായിയാണ് എന്ന് പറയേണ്ടി വരും. ആരും പാർട്ടിക്ക് മീതയല്ല എന്ന വെറും പറച്ചിൽ തനിക്ക് വേണ്ടിയാണ് പാർട്ടി എന്ന വ്യാഖ്യാന സാധ്യതയായി വളർന്നത് അങ്ങനെയാണ്. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അബദ്ധം പറഞ്ഞ രാഷ്ട്രീയ നേതാക്കളിൽ പിണറായി അടക്കം പലരുമുണ്ട്. വർഗീയത പറഞ്ഞവരെ വണ്ടിയിലും വീട്ടിലും കയറ്റിയവരിലും എല്ലാ പക്ഷക്കാരുമുണ്ട്. പക്ഷെ പാർട്ടിയിൽ ഇവയിൽ നിന്നെല്ലാം ന്യായീകരിച്ച് കിട്ടേണ്ടത് താൻ മാത്രമാണ് എന്നും തനിക്ക് ശേഷം പ്രളയമായിരിക്കുമെന്നും പ്രഖ്യാപിക്കപ്പെടുകയായിരുന്നു. പാർട്ടി കണക്കിൽ മുഖ്യമന്ത്രിയേക്കാൾ ഉയരമുള്ള പാർട്ടി സെക്രട്ടറി പരിഹസിക്കേണ്ടവനായി കല്ലെറിയപ്പെടുകയും താൻ മാത്രം വെളുപ്പിച്ചെടുക്കുകയും വേണമെന്ന തിട്ടൂരം പുറത്തിറക്കാതെ തന്നെ നടപ്പാക്കപ്പെടുന്നത് ദീർഘകാലത്തെ കേഡർ പ്രാക്ടീസ് കൊണ്ടുള്ള മനോനിലയായി രൂപപ്പെട്ടതാണോ എന്ന് ഒരു കേഡറിനും അറിയില്ല എന്നുള്ളതാണ്. ഒരു സഖാവിനും മനസ്സിലായില്ല എന്നുള്ളതാണ്. CPIM-ലെ സമഗ്രാധിപത്യത്തിന്റെ നെടുങ്കോട്ട തകർന്നിരിക്കുകയാണ്. സമഗ്രാധിപതി പരാജിതനായി ഇറങ്ങിപ്പോകുന്നത് ഈ കോട്ട തന്നെ ബാക്കി വെക്കാതെ നിലംപരിശാക്കിയാണ്. നീണ്ട 18 വർഷം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അലകും പിടിയും കൈവശപ്പെടുത്തിയ ഒരു പതിറ്റാണ്ട് മുഴുവൻ കേരള ഭരണത്തിന്റെ അച്ചുതണ്ടായി പ്രവർത്തിച്ച പിണറായി വിജയൻ പരാജയപ്പെട്ട് പടിയിറങ്ങുകയാണ്. വരുന്ന ദിവസങ്ങളിൽ ചേരുന്ന CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ വെച്ച് ഒരു പ്രതിപക്ഷ നേതാവിനെ ബാക്കി വെച്ചേക്കാം. പക്ഷേ അത് പിണറായി ആകില്ല എന്നുള്ളത് ഉറപ്പാണ്. പിണറായിക്ക് ശേഷമുള്ള അവശിഷ്ട പാർട്ടിയിൽ നിന്ന് എതിരാളികളോട് ഏറ്റുമുട്ടുവാൻ കഴിയുന്ന പാർട്ടിയായി അതിജീവിക്കുവാൻ CPIM-ന് കഴിയുമോ എന്ന ചോദ്യത്തിനാണ് വരുംകാല കേരളം മറുപടി പറയേണ്ടതും മറുപടി പറയുന്നതും.